നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി വാല്യൂ സെൻസെക്സ് മിഡ് ക്യാപ് 50 NG പ്ലസ് ക്രൂഡ് ഓയിൽ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ലെവൽസ് ലെവൽസ് ആണ് ലേൺ ചെയ്യാൻ നമ്മുടെ സ്ട്രാറ്റജി. ഫസ്റ്റ് ക്രൂഡ് ഓയിൽ അനാലിസിസ് കിടക്കാം. റൈറ്റ്, ക്രൂഡ് ഓയിൽ അനാലിസിസ് എന്തിനെ ക്രൂഡ് ഓയിൽ അനാലിസിസ് ഞാൻ കിടക്കാൻ പോകുന്നുണ്ടായിരുന്നു മീൻസ് അറിയാലോ എന്തായിരുന്നു. ഇന്നലെ എല്ലാവരും ക്രൂഡ് ഓയിൽ ബിയറിഷ് ആയിരുന്നു. സർക്കിറ്റൊക്കെ കണ്ടു എല്ലാവരും. സർക്കിറ്റൊക്കെ ഡിസ്കഷൻ നമ്മൾ ഇന്നലെ അല്ല ഇത്ര ദിവസം മുന്നേ പറഞ്ഞായിരുന്നു. പ്രൈസ് ഓൾമോസ്റ്റ് 1500 പോയിൻറ്റ്സ് ഫോൾ ചെയ്യാൻ പോവുക ആൻഡ് ഫോൾ ചെയ്തു. ആൻഡ് അതിൻ്റെ അബവാണ് ഫോൾ വന്നേക്കുന്നത്. ബട്ട് നമ്മൾ ഇന്നലെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു പ്രൈസ്. ഇതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞായിരുന്നു പ്രൈസ് 5% ഓവർലാപ്പിംഗ്. നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല കമൻറ്റ് സെക്ഷനിൽ. ബട്ട് എനിക്ക് പറയാനുള്ളതായിരുന്നു ഇത് കണ്ട ഈ ഫോൾ എത്ര പെർസെൻറ്റേജ് ആയിരുന്നു? എത്ര? 15.80, ഓൾമോസ്റ്റ് 16%. റൈറ്റ്, 16% ഫോൾ ആയിരുന്നു. സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ. ഓക്കെ, സോ ഫോർത്തിൻ്റെ ഫോൾ 16% പറയണം മിനിമം ഓർ മാക്സിമം 5% ഓവർലാപ്പിംഗ്. ദാറ്റ്സ് മീൻ 21%. ഓക്കെ, സോ 21% നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര വരുമായിരുന്നു? ഇതാണ്. പിന്നെ സപ്പോർട്ട് ലെവൽ ഇതാണ്. എങ്ങനെ സപ്പോർട്ട് ഫുള്ളി ഇന്നലത്തെ വീഡിയോ കണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണും. അതിൽ ഞാൻ പറഞ്ഞായിരുന്നു 50% 61.80% സംതിങ് ഈ ഒരു സപ്പോർട്ടായിരുന്നു. ഈ സപ്പോർട്ട് ഞാൻ ഇന്നലെ മാർക്ക് ചെയ്തായിരുന്നു. ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിൽ ഇത്ര വലിയ ഹ്യൂജ് റെഡ് കാൻഡിൽ ഇതൊക്കെ എല്ലാം കണ്ടിട്ട് എല്ലാവരും ബിയറിഷ് ആയിരുന്നു. 20% സർക്കിറ്റ് വരെ എല്ലാവരും റെസ്പെക്ട് ചെയ്തു. ബട്ട് പ്രൈസ് എക്സാക്ട്ലി അവിടെ വന്ന ഉടനെയാണ് ഇപ്പോൾ 4% ഓർ ഓൾമോസ്റ്റ് 4%, 4.5% ആണ് ഇപ്പോൾ പ്രൈസ് ഇപ്പോൾ മുകളിലേക്കാണ് കിടക്കുന്നത്. കണ്ട, ഇതാണ് നമ്മുടെ ലെവലല്ല, ആസ് പെർ ഇല്ലിയറ്റ് വേവ് തിയറി ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻസ്. 4% ഇപ്പോൾ ഇന്നാണ് 4%. ഒരു ഓവറോൾ 8% ആണ് ഇപ്പോൾ കയറി കിടക്കുന്നത്. കണ്ട, സോ 8630 ലെവലാണ് ഞാൻ കൊടുത്തായിരുന്നു. പ്രൈസ് ഇവിടെ നിന്ന് റിജക്ട് ചെയ്തു. ആൻഡ് ഇപ്പോൾ 9250 ആണ് കിടക്കുന്നത്. സോ ഓൾമോസ്റ്റ് 500-600 പോയിൻറ്റ്സ് ആണ് നമ്മുടെ ക്രൂഡിൽ നല്ല ഒരു പ്രോഫിറ്റാണ് കിട്ടിയിരിക്കുന്നത് ഇഫ് യു ആർ ഇൻ എ ക്രൂഡ്. ഓക്കെ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇപ്പോൾ ക്രൂഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഇപ്പോൾ കയറിയേക്കനെ ഫ്രം ഹിയർ നോക്കുകയാണെങ്കിൽ പ്രൈസ് 15 ടൈം ഫ്രെയിമിൽ 1-2 ഇവിടെ നോക്കും 1 2 3 4 5 1i, ഇത് 2i ആൻഡ് തേർഡ് എക്സ്റ്റൻഷനിലാണ് ഐ തിങ്ക്. ഓക്കെ, ഇതാണ് ക്രൂഡിൽ ഇപ്പോൾ പോകുന്നത്. ബട്ട് ഇനി ക്രൂഡിൽ എനിക്ക് പറയാനുള്ളതാണ്, ക്രൂഡിൽ ചെറിയ ഇത്ര കറക്ഷൻസ് കിട്ടുവാണെങ്കിൽ വീണ്ടും എൻട്രി എടുക്കാം. ബട്ട് ഇനി ക്രൂഡിൽ ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ അടിച്ച ലോ ഉണ്ടല്ലോ നമ്മുടെ ഇതാണ് 8530. ഇത് ബ്രേക്ക് ചെയ്താൽ ഇൻ കേസ് ഈ ലോ ബ്രേക്ക് ചെയ്താൽ ക്രൂഡ് നല്ല പോലെ ഡൗൺ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും ഇനി. ഓക്കെ, ഇനിയാണ് നമുക്ക് ക്രൂഡ് ശ്രദ്ധിക്കണം. സോ ഇതാണ് കാരണം വെച്ചാൽ 5% ഓവർലാപ്പിംഗ് ആണ്. ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ മീൻസ് ഫൈനൽ ലെവൽ കൂടി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെ ബിലോ ക്രൂഡ് പോയാൽ പിന്നെ നല്ല പോലെ ഫോൾ നമുക്ക് ക്രൂഡിൽ കിട്ടും. ആ ഫോൾ എത്ര വരെ കിട്ടുമാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ക്രൂഡിൽ രണ്ട് സൈഡാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓൾറെഡി സപ്പോർട്ട് എടുത്തു ക്രൂഡ്. ഇതാണ് 61.80% ആൻഡ് ഇതിൻ്റെ ഈ ഒരു ഇപ്പോൾ ഓവറോൾ ഞാൻ പറഞ്ഞായിരുന്നു. ഇനി ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സോ ക്രൂഡിൽ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് ഐ തിങ്ക് സോ ഇനി 81.20% ആണ് കാണുന്നത്. ഓക്കെ, 81.20%. ഇത് 81.20% ഹോൾഡ് ചെയ്യേണ്ടതാണ്. ഇൻ കേസ് അത് ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ 100% 111% വീണ്ടും ക്രൂഡിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. 111%. ഓക്കെ, ഇതാണ് മനസ്സിലായോ? ക്രൂഡിൽ ഇനി ഇപ്പോൾ പ്രൈസ് റിവേഴ്സലായി പ്രൈസ് 1 2 3 ആയിട്ട് മുകളിലേക്ക് കയറുന്നുണ്ട്. 800 പോയിൻറ്റ്സ് മുകളിലേക്ക് കയറി. ബട്ട് ഇനി ഇവിടുന്ന് ക്രൂഡ് റിജക്ഷൻ തരുവാണെങ്കിൽ ഈ 2 ലോ ബ്രേക്ക് ചെയ്താലും മതി. സ്മോൾ ടൈം ഫ്രെയിം എടുക്കും. ഇതാണ് ഇപ്പോൾ E2. ഇതാണ് ഞാൻ ഇപ്പോൾ ഇതൊക്കെ എല്ലാം ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ബിഗർ ടൈം ഫ്രെയിം അനാലിസിസ് ഓൾറെഡി നമുക്കറിയാം. ഇനി സപ്പോർട്ട് വരുന്നത് ഇതാണ്. സോ സ്മോൾ ടൈം ഫ്രെയിലായാലും ഇതായാലും. സോ ഇനി ഇതിൻ്റെ ലോ 8750 ഇനി ക്രൂഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, സോ ബിയറിഷ് ആണ്. ഈ ലെവലും സേഫ് അല്ല, ഈ ലോ സേഫും അല്ല. പിന്നെ വരുന്നത് നമ്മുടെ പിന്നെ വരുന്നത് ഈ ഒരു സപ്പോർട്ട്, ഇതിൻ്റെ ഒരു ലോ വരും സപ്പോർട്ട് 8107. പിന്നെ ഫോർത്ത് ഡൗൺ സൈഡിലാണ്. റൈറ്റ്, സോ അത്രയ്ക്ക് ഫോൾ പിന്നെ ക്രൂഡിൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. ബട്ട് ആസ് പെർ മീ ഇപ്പോൾ ഇത് എനിക്ക് ക്രൂഡിൽ ബൗൺസ് ആയിട്ടാണ് തോന്നുന്നത്. ക്രൂഡിൽ ഇപ്പോൾ അല്ല, ഫീലിംഗ് അങ്ങനെയാണ്. കാരണം വെച്ചാൽ ഇത് ഇത്തിരി ഫാസ്റ്റാണ് ഫോൾ വന്നിങ്ങനെ. സോ ഇതിൻ്റെ മേ ബി ഇത് ബൗൺസ് ആൻഡ് ദെൻ ഫോൾ, അല്ലെങ്കിൽ ഇവിടെ തന്നെ കൺസോൾട്ടേഷൻ ചെയ്യണം. സോ കൂടുതൽ ഹെവി ബുള്ളിഷ്നെസ് ഇപ്പോൾ ഇതിനകത്തൊന്നും കാണില്ല. ചെറിയൊരു കൺഫ്യൂഷൻ ആണ് ക്രൂഡിൽ. ബട്ട് പ്രൈസ് 800 പോയിൻറ്റ്സ് ബൗൺസ് തന്നു. അത് അത്യാവശ്യം നല്ലൊരു ബൗൺസ് ആണ്. സോ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇതിനകത്ത് ഇതും പറയാനൊന്നുമില്ല. സോ ഇനി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ക്രൂഡിൽ ഇപ്പോൾ ഇവിടെ നിന്ന് എന്താ ചെയ്യാനുള്ളത്? ക്രൂഡിൽ ഇൻ കേസ് നിങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ കയറിയിട്ടില്ലെങ്കിൽ ക്രൂഡ് റിജക്ഷൻ തരണം. ഓൾമോസ്റ്റ് ഇത്ര പോയിൻറ്റ്സ് ആണ് 200 പോയിൻറ്റ്സിന് ക്രൂഡ് റിജക്ഷൻ തരുമ്പോൾ മിനിമം
200 എന്തായാലും വേണം. സോ 200 റിജക്ഷൻ പ്രൈസ് എവിടെ നിന്ന് തരുന്നു അത് നോക്കുക. ഓക്കെ, ഇതിങ്ങനെ വെക്കണം. ഓക്കെ, സോ അതിൻ്റെ ബിലോ പ്രൈസ് പോകാൻ തയ്യാറാണെങ്കിൽ, സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 200 ബിലോ, സോ ഫർദർ ഡൗൺ സൈഡ് പ്ലേ ചെയ്യുക. ആ ഡൗൺ സൈഡ് 2 ഇവിടെ വരെ പ്ലേ ചെയ്യുക, 750 വരെ. 750 കൂടി ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് പ്ലേ ചെയ്യുക. ഓക്കെ, പിന്നെ ആ ഒരു സിനാരിയോ, പിന്നെ ഈ സ്ലോ സേഫ് ആവാനുള്ള ചാൻസസ് കുറവാണ് ക്രൂഡിൽ. ഓക്കെ, ഇതാണ് ക്രൂഡിൻ്റെ ലെവൽ. പിന്നെ ക്രൂഡ് എന്ത് ചെയ്യും, പിന്നെ ക്രൂഡ് ഐ ഹോപ്പ് സോ, പിന്നെ ക്രൂഡ് ബിഗർ ടൈം ഫ്രെയിമിൽ ഇത് എ, ഇത് ബി ആൻഡ് പിന്നെ സി കംപ്ലീറ്റ് ചെയ്യും. സോ ഓവറോൾ ക്രൂഡ് മേ ബി പിന്നെ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി ക്രൂഡ് ഇവിടെ ഇവിടെ എവിടെയെങ്കിലും കിട്ടുമോ. ജസ്റ്റ് അനാലിസിസ് ബേസ്ഡ് ഓൺ ലെവൽ ബേസ്ഡ് ചെയ്യാം, അതേ. ഓക്കെ, ഇനി നമുക്ക് വേഗം നാച്ചുറൽ ഗ്യാസ് പോകാം. നാച്ചുറൽ ഗ്യാസ് എനിക്ക് ഒന്നും കാണുന്നില്ല, അതേപോലെ തന്നെയാണ് നാച്ചുറൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ഇല്ല. സപ്പോർട്ട് ലെവൽ തന്നെ ഇവിടെ നിൽക്കും. സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത താഴത്തെ ലെവൽ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ബൗൺസ് ഒന്നും കാണുന്നില്ല. ഇൻ കേസ് ബൗൺസ് വരുവാണെങ്കിൽ ഇതിൻ്റെ അബവ് എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഫർദർ അപ്പ് സൈഡ് നോക്കാം. കാണുന്നില്ല, എനിക്ക് സൈഡ് വേസ് മാത്രമേ ഇതിനകത്ത് കാണുന്നുള്ളൂ NGയിൽ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേഗം പോകാം നമ്മുടെ നിഫ്റ്റി. നിഫ്റ്റി ഇന്നലെ പറഞ്ഞ പോലെ ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞു. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് ഇന്നലത്തെ വേവിൽ ഞാൻ ഇതൊക്കെയാണ് പറഞ്ഞായിരുന്നു. ഇത് ഇന്നലെ സെയിം വരച്ച പോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഐ തിങ്ക് മാർക്കിയത്. ഇൻ കേസ് ഇത് ടോപ്പ് ആണെങ്കിൽ ഇത് ഫോർത്ത് ഇന്നലത്താണ്, ഇപ്പോൾ വെച്ചതല്ല ഞാൻ, ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഇത് വരച്ചതാണ്. അത് പ്രൈസ് ഇത്രയ്ക്ക് വരും. ഇതേ കണ്ട, 4 ഓൾമോസ്റ്റ് അവിടെ തന്നെയാണ്. കണ്ട, ഇതാണ് 4. തേർഡ് ഇത് ഹൈ ആണെങ്കിൽ ഫോർത്ത് ഓൾമോസ്റ്റ് ഇത്ര വരും. ആൻഡ് ദെൻ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറും. ഇതാണ് നമ്മുടെ ഇല്ലിറ്ററി സ്റ്റോറി. ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. സോ എനിവേ ഇല്ലിറ്ററി സ്റ്റോറിയിൽ ബേസ്ഡ് നമുക്ക് എല്ലാം പ്ലാൻ ചെയ്യേണ്ടതാണ്. ഇനി ഫർദർ എന്താണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് തേർഡിൻ്റെ ഫോർത്താണ് കേട്ടോ ഇൻറ്റർണൽ. ഇന്നലത്തെ വീഡിയോ കണ്ടെങ്കിൽ ഒന്നും കാണുന്ന പിക്ചർ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, സോ നമ്മുടെ സപ്പോർട്ടാണ് ഇനി ആ ഒരു ലെവൽ. ഓക്കെ, ഞാൻ മറ്റേത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു കൗണ്ടിങ് ഐ തിങ്ക് ക്ലിയർ ആയിരിക്കും. 1 2 3 4 5 അത് കണ്ടില്ലെങ്കിൽ ഇന്നലത്തെ വീഡിയോ കാണുന്ന അപ്പോഴേ അത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, പെർഫെക്റ്റ്ലി ഇത് അതിൻ്റെ ഈ 23.60% ഇതാണ് 680 ലെവൽ. സോ നാളെ 680 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഡൗൺ സൈഡ് നമുക്ക് നോക്കാവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ പ്രൈസ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലേക്ക് തന്നെ കയറണം ആൻഡ് ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ആ ഒരു സിനാരിയോയിൽ നമ്മൾ നെക്സ്റ്റ് ലെവൽസ് നമ്മളെങ്ങനെ ഫൈൻഡ് ചെയ്യും? നോർമൽ ഫിബനാച്ചി എടുക്കുക. ഫ്രം ടോപ്പ് ടു ഈ ബോട്ടം ഏത് ലോ ആണ്, ഇതാണ് ലോ, അല്ലെങ്കിൽ ആ ലോ വരെ നമുക്ക് വെക്കാം. ആൻഡ് ഫോർദർ നമ്മുടെ ലെവൽസ് നമ്മൾ റെസിസ്റ്റൻസ് ചെയ്തായിരിക്കും 127 ആൻഡ് 161.80% ആയിരിക്കും നമ്മുടെ ടാർഗറ്റ്സ് ആ സിനാരിയോയിൽ. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിമിലാണ് ഞാൻ പറയുന്നത്. ബിഗർ ടൈം ഫ്രെയിമിൽ അനലിസിസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. റൈറ്റ്, സോ നമ്മുടെ മെയിൻ ഇവിടെ ടാർഗറ്റ് പറയുന്നത് ഇവിടെയാണ്. ബിഗർ ടൈം ഫ്രെയിമിൽ നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ. ഓക്കെ, സോ ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. നിഫ്റ്റിയിൽ ഐ തിങ്ക് വേറെ ഇതിനകത്ത് എനിക്ക് ഒന്നും പറയാനില്ല. ബാങ്ക് നിഫ്റ്റി ലെസസ് പോകാം. ബാങ്ക് നിഫ്റ്റിയുടെ പോലെ തന്നെ ഐ തിങ്ക് ഇതിനകത്ത് അല്ല, ഇന്നലെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി ഇതൊക്കെ മാർക്ക് ചെയ്തായിരുന്നു. ആൻഡ് സപ്പോർട്ട്സ് ഇതാണ്. ഓക്കെ, സപ്പോർട്ട്സ് ഇതാണ്. ആൻഡ് നിഫ്റ്റിയിൽ എനിക്ക് അത് തന്നെ പറയാനുള്ളതാണ്. നിഫ്റ്റിയിൽ ഒരു കാര്യം കൂടി പറയാനുള്ളതാണ്, ഞാൻ പറഞ്ഞേക്കാം. 830 പോയിൻറ്റ്സിൻ്റെയാണ് ഫോൾ ചെയ്ത് വന്നേക്കുന്നത്. ഈ ഫോൾ എത്രയാണ് വന്നേക്കുന്നത്? ഐ തിങ്ക് ഓൾമോസ്റ്റ് സെയിം 8 അല്ലല്ല, ഇത്രയും കൂടി ഓവർലാപ്പിംഗ് ആണ്. റൈറ്റ്, ഇത് കണ്ട, ഇത്രയും കൂടി ഓവർലാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ഇത് ഇത്ര കൂടുതലാണ്, ഡബിളായിപ്പോയി. ഓക്കെ, സോ ഇനി നമുക്ക് പറയാനുള്ളത് ഇത് ഡബിളാകുമോ കൂടുതലാകുമോ എങ്ങനെ നമുക്കറിയാൻ പറ്റും? കൂടുതലാകുമോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നല്ലൊരു ലെസനാണ് മനസ്സിലാക്കിയത്. കാരണം ഐ തിങ്ക് നിഫ്റ്റിയിൽ ഞാനൊന്നും ചെയ്യാം, കാരണം വെച്ചാൽ ബാങ്ക് നിഫ്റ്റി എല്ലാവരും ഇത്ര തന്നെ ചെയ്യുന്നില്ല എന്നാണ്. ഓക്കെ, സോ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് ഡിസ്കസ് ചെയ്ത് 280 പോയിൻറ്റ്സിൻ്റെ കറക്ഷൻ വരുവാണെങ്കിൽ, റൈറ്റ്, ഇത് എത്രയാണ്? 278. ഓക്കെ, 278 280 പോയിൻറ്റ്സിൻ്റെ കറക്ഷൻ. ഇന്ന് നോക്കിക്കുക, ഇന്ന് ആ ഒരു കറക്ഷൻ വന്നെങ്കിൽ ലേണിംഗ് ആണ്, മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഫുള്ള് കറക്റ്റായിട്ട് പഠിച്ചേക്കണം ഈ ലെവൽ. ഓക്കെ, ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇന്ന് ഇത് വന്നെങ്കിൽ 340 പോയിൻറ്റ്സ് ഉണ്ട്. റൈറ്റ്, നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇന്നലെ എത്രയാണ്? 280 പോയിൻറ്റ്സ്.
ഇന്ന് ഇത് ഫോളോ ചെയ്ത് എങ്ങനെ 340 പോയിൻറ്റ്സ്. അപ്പോൾ 280 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, അതിൻ്റെ ബില്ല് ഫോൾ കൂടുതൽ വരേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, വേഗം സ്മോൾ ടൈം ഫ്രെയിമിലേക്ക്. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മൾ വന്നു. പ്രൈസ് ഇനി നോക്കുക. പ്രൈസ് നോക്കാനുള്ളത് എന്താണ്, പ്രൈസ് എപ്പോഴും കറക്ഷൻസ് ഫോർത്ത് ആണല്ലോ. കറക്ഷൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണണം. ഞാൻ വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ലിങ്കും ചെയ്തേക്കാം, ആ ഒരു വീഡിയോയുടെ ലിങ്ക് ABC കറക്ഷൻ്റെ. സോ ഫോർത്തിൽ എന്താ പറയേണ്ടത്, കറക്ഷൻ ABC, റൈറ്റ്. സോ പ്രൈസ് ABC വരുമ്പോഴത്തേക്ക് ABCയുടെ ഈ ഫോൾ ഉണ്ടാവും. ABC ആയി താഴേക്ക് വന്നു. ഓക്കെ, ആൻഡ് ദെൻ ABC കഴിഞ്ഞാൽ ഇത് A ആയി, ബിയുടെ ബൗൺസ് വന്നു. ഇത് ഡിലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോഴേ ക്ലിയർ ആവുള്ളൂ. എങ്ങനെ നമുക്ക് ഫൈൻഡ് ചെയ്യാം, 280 വരുമ്പോൾ തന്നെ ബൈ ചെയ്യണോ ഓർ നമ്മൾ വെയിറ്റ് ചെയ്യണോ എന്താണ്, അതാണ് ഞാൻ ഇപ്പോൾ ക്ലിയർ ചെയ്യണത്. ഓക്കെ, സോ ഇത് A ആയി, ഇത് B ആയി, C വരണം. സിയിൽ എത്ര മൂവ്സ് ഉണ്ടാവണോ, 5 മൂവ്സ്. ഇത് കംപ്ലീറ്റ് ആവുന്ന വരെ നിങ്ങൾ ബോട്ടം ഔട്ട് ആയിന്ന് ചിന്തിക്കാനേ പാടില്ല. മനസ്സിലായോ? സോ സിയുടെ ഒക്കെ 5 മൂവ്സ് ഉണ്ടാവണം, റൈറ്റ്. സിയുടെ ഒക്കെ 5 മൂവ്സ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യുക, നോക്കുക, വെയിറ്റ് ചെയ്യുക. 1 2 3 4 ആൻഡ് ദെൻ 5. ഇതാണ് സീഡ്. അപ്പോഴാണ് നമുക്ക് ക്ലിയർ എവിടെ തീരും അത് എനിക്കും എക്സാക്ട്ലി നമുക്ക് പറയാനില്ല. ലെവൽ വരണം, ലെവൽസ് നമ്മൾ വരണം. ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെവൽ ഇവിടെ ഏത് ലെവലാണ്, 60യുടെ ഏത് ലെവൽ വരണം. ഇപ്പോൾ 23.60% നമ്മൾ ഓവറോൾ ഫിബൊനാച്ചി വെച്ച് നോക്കിയല്ലോ, റൈറ്റ്. അതൊരു ലെവൽ വന്നു. ഇത് ഫ്യൂച്ചറിൽ നല്ലപോലെ നമുക്ക് നല്ലപോലെ വർക്കാകും. ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ബ്ലൈൻഡ്ലി 280, ഞാനും വിചാരിച്ചത് 280യുടെ ഇവിടെ സപ്പോർട്ട് എടുക്കും. ബട്ട് 280യുടെ ബില്ലോ പോകുമെന്ന് 280 ഇവിടെ തീർന്നു. യെസ്, ഇവിടെയാണ് പ്രൈസ് കൂട്ടി. ബട്ട് 280യുടെ ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ രാവിലെ വന്നു, 280യുടെ മുന്നേ തന്നെ പ്രൈസ് ബൗൺസ് ചെയ്തു. അപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഇത് പ്രൈസ് ബോട്ടം ഔട്ടായി. ഓക്കെ, എല്ലാവരും സി എടുത്തിട്ടുണ്ടാവും. ബട്ട് പ്രൈസ് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ABCയുടെ എയുടെ ഫോൾ, ആൻഡ് ഇത് ബിയുടെ ബൗൺസ് ആണ്. ബിയുടെ ബൗൺസ് ആണെങ്കിൽ ഇത് 1 2 3. അതാണ് പറഞ്ഞാൽ എപ്പോഴും കറക്ഷൻ മസ്റ്റാണ്, കറക്ഷൻ പഠിക്കാം. സോ 1 2 3 1 2 പേർക്ക് അറിയായിരിക്കും. ഞാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വിട്ടുകളയാൻ ഒന്നും നോക്കേണ്ട. കാരണം വെച്ചാൽ എനിക്കപ്പോൾ തന്നെ മനസ്സിലായി ഇത് എന്ന് വെച്ചാൽ മനസ്സിലായെന്ന് വെച്ചാൽ പിടി കിട്ടും, ഒരു ഐഡിയ കിട്ടും. ABC ആണ്. പിന്നെ പ്രീമിയം നോക്കുവാണെങ്കിൽ പ്രീമിയമിൽ കറക്ഷൻസ് ആണ് കൂടുതൽ കാണിച്ചത്. ദാറ്റ് മീൻസ് ഫോർത്ത് ആണെങ്കിൽ കൂടുതൽ ചാൻസസ് ഉണ്ട് ട്രയാങ്കിളോ 333 കറക്ഷൻ. മീൻസ് ഫോർത്ത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഇൻ കേസ് സെക്കൻഡ് ഷാർപ്പ് ആണെങ്കിൽ. ആ ഒരു എപ്പോഴും കമ്പാരിസൺ വെക്കണം, റൈറ്റ്. സോ അത് A ആയി, ഇത് B ആൻഡ് C. ദാറ്റ് മീൻസ് സി എന്താണ്, സിയുടെ ഇനി ഫർദർ ഫോൾ വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ഫർദർ ഫോൾ വരുവാണെങ്കിൽ സിയുടെ അകത്ത് എത്ര മൂവ്സ് ഉണ്ടാവണം, 5 മൂവ്സ് ഉണ്ടാവണം. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് പ്രൈസ് ഇവിടെ വന്നു, കറക്റ്റ്ലി 280യുടെ അവിടെ വന്ന് ഇത് ബൗൺസ് വരുന്നുണ്ട്. അപ്പോൾ അത് ട്രാപ്പ് ആണോ ഇല്ലാന്ന് ഈസി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബട്ട് 1 2 3 ഓക്കെ, ഈ കുഞ്ഞു ബൗൺസിന് 4 and 5 എന്ന് കൗണ്ട് ചെയ്യും. ബട്ട് ആ ബൗൺസ് ഇത്ര തന്നെ വരണം. അതാണ് പറയുന്നത്, കൺസോളിഡേഷൻ കൂടുതൽ. ഇതിനകത്ത് ക്യാൻഡിൽസ് കൂടുതലാണ്, ഇതിനകത്ത് ക്യാൻഡിൽസ് കുറവാണ്. ഇതൊക്കെ എല്ലാം നമ്മൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ബട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിലുള്ളത് നന്നായിട്ട് നമുക്ക് ഈസി. നമുക്ക് അതാണ് പറയുന്നത്, കൗണ്ടിങ് മസ്റ്റാണ്. കൗണ്ടിങ് പഠിക്കുക. എപ്പോഴും ഞാൻ ഐ തിങ്ക് ഞാൻ 1 വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആ വേവ് തിയറി പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ആ പഠിച്ചാലേ നിങ്ങൾക്കത് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും ലൈവ് മാർക്കറ്റിൽ എന്തെങ്കിലും നടക്കാൻ പോകുന്നുണ്ടോ ഇല്ല എന്ന്. സോ ശ്രദ്ധിക്കുക. ആൻഡ് 5 കഴിഞ്ഞ് ഇവിടെയാണ് 5 കംപ്ലീറ്റ് ആയത്. ഇനി എന്താണ്, ഇനി ഇതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് സാറിന് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇനി എന്താണ്, നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ സോ പ്രൈസ് 1 2 3 4 വൈറ്റ് മുകളിലേക്ക് പോകേണ്ടതാണ്. ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് എന്തെങ്കിലാണെങ്കിൽ സോ കോഷൻ വേണം. ആ ഒരു സിനാരിയോയിൽ ഐ ഫീൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സോ ഇൻ കേസ് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻക്രീസ് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സോ സഡൻ എന്ത് ചെയ്യുക, ഇത് സഡൻ മാറണം, പെട്ടെന്ന് മാറണം കേട്ടോ. നമ്മൾ മൈൻഡ് ചേഞ്ച് ചെയ്യണം. 1 ഇത് 2 ഇത് 3 ഇത് 4 ഇത് തന്നെ 5 ആകും. ദാറ്റ് മീൻസ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഡിഗ്രിയുടെ ഫോളോ ആയിരിക്കും. ആ ഒരു ലെവൽ ഇപ്പോൾ എനിക്ക്, കാരണം വെച്ചാൽ ABC കറക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി വരുന്നത് ചിലപ്പോൾ ബിയുടെ ബൗൺസ് വീണ്ടും ABC കഴിഞ്ഞാൽ A ആയി, പിന്നെ ബിയുടെ ബൗൺസ് ആൻഡ് ദെൻ വീണ്ടും ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് C ഷാർപ്പ് ഡീപ്ലി വരും, താഴേക്ക് വരും. ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും. പിന്നെ മനസ്സിലായോ, ഗ്യാപ്പ് ഫിൽ ചെയ്യാനല്ല ബട്ട് ഈ താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് എന്ത് വെച്ചാൽ വേഗം ഫിബൊനാച്ചി വെക്കുക. 2 സിനാരിയോ ആണ് കാണുന്നത്, രണ്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മാർക്കറ്റാണ് സ്മോൾ ടൈം ഫ്രെയിമിൽ
എന്ത് വേണമെങ്കിലും നടക്കാം. അപ്പോൾ ആ ഒരു സിനാരിയോ ഇത് ഇങ്ങനെ ഫിബനാച്ചി വെച്ചത് ഡിഗ്രി ഫോളിൽ. ഓക്കെ, നേരത്തെ നമ്മൾ ഫിബനാച്ചി വെച്ചത് ഇങ്ങനെയാണ്, അത് തേർഡ് ആണെങ്കിൽ. ഓക്കെ, പിന്നെ ഈ ഓവറോൾ ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടെങ്കിൽ ഫിബനാച്ചി ഇങ്ങനെ വെക്കണം. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് പഴയ വീഡിയോസ് കാണുന്നു, ലേണിംഗ് സെക്ഷനിൽ പോവുക, ലേണിംഗ് വീഡിയോസ് കാണുന്നു, അപ്പോഴേ അതെല്ലാം ക്ലിയർ ആവുകയുള്ളൂ. ഞാനും അങ്ങനെ തന്നെ പഠിച്ചിട്ടാണ് ആയത് എന്തെങ്കിലും. ഓക്കെ, സോ ബെനിഫിറ്റ് ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് സെൻസെക്സിൽ പോകാം. വീഡിയോ ലോങ് ആവും. ഓക്കെ, ഇത്രയൊക്കെ എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നുണ്ട്. സോ പ്ലീസ് അതിൻ്റെ റിട്ടേണിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട, ലൈക്ക് വേണം, കമൻറ്റ് വേണം, ആൻഡ് മാക്സിമം പ്ലീസ് എല്ലാവരും ഷെയർ ചെയ്യണം. അത് മാത്രമേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഇനി ഫിബനാച്ചി എടുക്കുക, നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിനെ നമുക്കിങ്ങനെ വെക്കണം. ആൻഡ് ദെൻ നമ്മുടെ സപ്പോർട്ട്. ഓക്കെ, ഇതിൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത് ഇതാണ് ഇതിൻ്റെ സപ്പോർട്ട്. ഓക്കെ, ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫോർ ദ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഇതല്ല, ഇതിങ്ങനെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ലോ ആണ് നമ്മുടെ സപ്പോർട്ട്. ഓക്കെ, ഇൻ കേസ് ഈ ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഫിബനാച്ചി തിരിച്ച് ഫുള്ള് വെക്കണം കേട്ടോ, ഫുള്ള്. അപ്പോൾ ഡിഗ്രി ഫോൾ ആണെന്ന് കേട്ടോ, അത് മനസ്സിലാക്കി എടുക്കുക. ഇൻ കേസ് ഫോൾ വരികയാണെങ്കിൽ ഫുൾ വെക്കണം. ഈ ലോ ഇപ്പോൾ അടിച്ച ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫുൾ ഇങ്ങനെ വെച്ചേക്കണം. ഓക്കെ, ട്രാപ്പ് ചെയ്യും. മാർക്കറ്റ് സ്ട്രക്ചർ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ബുള്ളിഷാണ് കേട്ടോ, ബുള്ളിഷാണ് ഇവിടുന്ന്. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഐ തിങ്ക് അത് ആ സമയത്ത് A B C ഇതാവും, പിന്നെ B ബൗൺസ് വരും, ആൻഡ് വീണ്ടും C ആവും. ഓക്കെ, നാളെ ഇൻ കേസ് ഫ്ലാറ്റ് ഓർ സംതിങ് എന്തെങ്കിലും ഓപ്പിംഗ് ആണെങ്കിൽ ബുള്ളിഷ് അങ്ങനെ ആവേണ്ടതാണ്. ബുള്ളിഷ് ആവാനാണെങ്കിൽ 81.0% ആ ഒരു ലെവൽ, ഈ ലെവലിൻ്റെ അഭാവം മാത്രം, ഇതിൻ്റെ അഭാവം മാത്രമേ ബുള്ളിഷ് ആവുള്ളൂ. റൈറ്റ്, മീൻസ് ഓവറോൾ സ്ട്രക്ചർ ബുള്ളിഷിലേക്ക് 81.0%. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ്സിലേക്ക് പോകും. അവിടെ ഇത് ഡബിൾ ടോപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ടൈപ്പ് ഓഫ് ഡബിൾ ടോപ്പ് കൺസൾട്ടേഷനാണ് കാണുന്നത്. കൂടുതൽ ഇതിനകത്ത് എനിക്ക് പറയാനില്ല. വേഗം ഫിബനാച്ചി എടുക്കുക. ആൻഡ് ഇങ്ങനെ വെച്ചാൽ മതി ഇതിനകത്ത്. ആൻഡ് ഇതിൻ്റെ 23.60% ആണ് സപ്പോർട്ട്. റെസിസ്റ്റൻസ് അതാണ്. കൺസൾട്ടേഷൻ മാത്രമേ ഇതിനകത്ത് കാണുന്നുള്ളൂ. ഇപ്പോൾ ബാക്കി ഇതിനകത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ എനിക്ക് തരാനില്ല. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.